മാലിനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ചാക്കോ ബോബനെ ആരെയായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്? സൂര്യ വാരണമായിരം അതല്ലേ? അതെ, വാരണമായിരം. എനിക്ക് അതുപോലെ തന്നെ ഈ പേരിട്ടപ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മാലിനി എന്നുള്ള പേരിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ആ സിനിമയായിരിക്കും അതിന് കാരണം. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ സിനിമ. അങ്ങനെ ഹായ് മാലിനി, ഞാൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞ ആളെയാണോ കല്യാണം കഴിച്ചത്? മുമ്പാണോ ലൈക്ക് സിനിമയിലൊക്കെ? അല്ലല്ല, ഞാൻ ഹാപ്പി വെഡിങ് ചെയ്തതിന് മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന മാലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൺകുട്ടികൾക്ക് നെഞ്ചിലേക്ക് ഒരു ഇടുക്കിയായിട്ടായിരിക്കും മാലിനി മാരീഡ് ആണ്. എത്ര വർഷമായി ഐ ലവ് യു എന്ന് പറഞ്ഞ് പുറകെ വന്നു എന്നാണ് പറയുന്നത്? വിഷ്ണുവേട്ടന് ശരിക്കും ഒരു 3 വർഷം പറയാൻ നടന്നിട്ടുണ്ട്. അന്ന് എനിക്ക് വിഷ്ണുവേട്ടനോട്, അന്ന് ഞാൻ +2 അപ്പൊ അന്നും വിഷ്ണുവേട്ടനോട് എനിക്ക് ഇഷ്ടമുണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അന്ന് നമുക്ക് പറയാം, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ഒരു വില ഉണ്ടാവില്ല. ഫസ്റ്റ് നടത്തിക്കണം. അത് ഞാൻ പൊതുവെ ഇഷ്ടമാണ് എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ മൈൻഡ് ആക്കാതെ പോകുന്നല്ല, ഒന്നും തിരിച്ചു പറയില്ല. കാരണം കുറച്ചേരം നടക്കട്ടെ, നമുക്കൊരു വെയിറ്റ് ആണല്ലോ അത്. വിഷ്ണുവിന് ഇതേപോലെ നടന്നെങ്കിൽ എനിക്ക് വിഷ്ണുവിനോട് തിരിച്ചിഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അത് പറയാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. വിഷ്ണുവേട്ടൻ അപ്പൊ എന്നാ ചെയ്യായിരുന്നു? വിഷ്ണുവായിട്ട് ഇങ്ങനെ ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ടൊക്കെ പോകുമായിരുന്നു. എൻ്റെ അനിയത്തി ഉണ്ടാവും കൂടെ. അപ്പൊ ഞാൻ അവളെങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും, നോക്കല്ലെന്നൊക്കെ പറഞ്ഞിട്ട്, ചീത്ത പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ തിരിച്ചിഷ്ടമെന്ന് പറഞ്ഞത്. പിന്നെ ഫൈനൽ ഇയർ ആയപ്പോൾ കല്യാണം കഴിഞ്ഞു. എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ നടത്തിച്ച് കഴിഞ്ഞപ്പോ വേറെ ആരെയും നോക്കി പോയാലും ടെൻഷനായി. പിന്നെ ഈ സാധാരണ രീതിയിൽ സിനിമയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴേ നാച്ചുറലി നമ്മൾ വിചാരിക്കുന്നത് ഒരു കരിയർ ആവട്ടെ എന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി, അങ്ങനെയല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുക. പക്ഷെ അങ്ങനെ ചിന്തിക്കാതില്ല. എനിക്ക് ശരി നേരത്തെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നമുക്കൊന്ന് സെറ്റിൽ ആവണം. വൈകിയുള്ള പ്രശ്നം ഞാൻ പറയുന്നത്, നമ്മൾ സെറ്റിൽ ആയി വരുമ്പോഴത്തേക്കും കുട്ടിയുടെ കല്യാണം ആവും. പിന്നെ അപ്പോൾ നമ്മൾ വയസ്സാവും കല്യാണം കഴിയുമ്പോഴത്തേക്കും. ഈ സിനിമയില് അങ്ങറ്റത്തോളം പോണെന്നുണ്ടോ? ലൈക്ക് എത്രത്തോളം എന്റെ കരിയർ ഇനി സിനിമയിലാണ്, അങ്ങനെയാണോ? ശരിക്കും എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതലും ഒരു മഞ്ജു ചേച്ചിനെ പോലൊക്കെ നിൽക്കുന്നവർ വളരെ കുറവല്ലേ ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. കാരണം ഒരുപാട് പേര് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ വെച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനൊരു വേള ആക്ട്രസ് മഞ്ജു ചേച്ചിനെ പറഞ്ഞത്. എനിക്ക് അതുപോലെ ഇപ്പൊ നിലനിൽക്കുന്നവർ കുറവാണ്. അപ്പൊ ഞാനും എത്രത്തോളം കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം കോമ്പറ്റീഷൻ കൂടുതൽ. ഇപ്പൊ ഞാനില്ലെങ്കിൽ മറ്റൊരാൾ ഇന്ന് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അനുസിത്തര വേണ്ട, വേറെ കുട്ടി ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഉള്ള സമയത്ത് നല്ല സിനിമ ചെയ്യുക, അത്രേ ഉള്ളൂ.